അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അത്താഴം കഴിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് ഈ ക്ലിപ്പിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമതായി, അത്താഴ ഭക്ഷണം ബറക്കത്താണ്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ, നിശ്ചയമായും അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. രണ്ടാമതായി, അള്ളാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഹൂറു അക്ലുഹു ബറകത്തുൻ ഫലാ തദഊഹു വലൗ അൻ യജ്റഅ അഹദുക്കും ജുർഅതൻ മിൻ മാഇൻ ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താഴം കഴിക്കൽ ബറക്കത്താകുന്നു, അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കരുത്. ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ നിർവഹിക്കണം. നിശ്ചയം അള്ളാഹുവും അവൻ്റെ മലക്കുകളും അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇവിടെ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അരികിൽ അത്താഴം കഴിക്കുന്നവരെ പ്രശംസിക്കലാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞത് മലക്കുകൾ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. മൂന്നാമതായി, നമ്മുടെ നോമ്പിൻ്റെയും വേദക്കാരുടെ നോമ്പിൻ്റെയും ഇടയിലുള്ള വേർതിരിവാണ് അത്താഴം കഴിക്കൽ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തുസ്സഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ നോമ്പിൻ്റെയും വേദക്കാരുടെ നോമ്പിൻ്റെയും ഇടയിലുള്ള വേർതിരിവ് അത്താഴം കഴിക്കലാണ്. നാലാമതായി, അത്താഴ ഭക്ഷണത്തിൽ കാരക്ക, ഈത്തപ്പഴം ഉൾപ്പെടുത്തൽ സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ. ഈത്തപ്പഴം വിശ്വാസിയുടെ എത്ര നല്ല അത്താഴമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴത്തിൻ്റെയും ഫജ്ർ ബാങ്കിൻ്റെയും ഇടയിലുള്ള സമയം 50 അല്ലെങ്കിൽ 60 ആയത്തുകൾ ഓതുവാനുള്ള സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് സഹാബാക്കൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്താഴ സമയം ഏറെ വിലപ്പെട്ട സമയമാണ്, അതുകൊണ്ട് അത് ഒരിക്കലും പാഴാക്കി കളയരുത്. അത്താഴ സമയത്ത് പാപമോചനത്തിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. സ്വർഗവാസികളായ വിശ്വാസികളുടെ ഒരു ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ.